വി ഡി സതീശൻ സർക്കാർ കയറിയിട്ട് 2 മാസമായി. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ തന്നെ മതിയായിരുന്നു എന്ന്? പിണറായി വിജയന്റെ ഒരു പ്രസ്താവനയാണ്. ഇത് സംബന്ധിച്ച് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട് ഇടത് സൈബർ ഇടത്തിലൊക്കെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനായിരുന്നു നല്ലതെന്ന്? ആർക്ക് മനസ്സിലായില്ലേന്ന്? ജനങ്ങൾക്ക്. ജനങ്ങൾക്കോ? ജനങ്ങളിൽ ഞാനും പെടൂലേ? ആതിരയും പെടൂലേ? ആതിരയ്ക്ക് തോന്നുന്നുണ്ടോ അങ്ങേര് തന്നെ മതിയായിരുന്നൂന്ന്? ഏ? എനിക്ക് തോന്നുന്നില്ല. ഉം. എനിക്ക് തീർച്ചയായും തോന്നുന്നില്ല. പ്രത്യേകിച്ചും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും അദ്ദേഹത്തിൻ്റെ കുടുംബവും എത്രമാത്രം കേരളത്തിനെ പിഴിഞ്ഞെടുത്തു എന്ന് നമുക്ക് ഇപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. മറ്റ് പല കാര്യങ്ങളും അവർ PR വർക്കിൽ കൂടെ മൂടി വച്ചിരിക്കുകയായിരുന്നു. PR വർക്ക് മാത്രമേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ മന്ത്രിസഭയിൽ 20 മന്ത്രിമാരുണ്ടെങ്കിൽ എല്ലാവരുടെയും പടങ്ങൾക്ക് പകരം അദ്ദേഹത്തിൻ്റെ മാത്രം പടമായിരുന്നു. ശരിയല്ലേ? ഇപ്പം ഈ പറയുന്നത് വലിയ പൊങ്ങച്ചായിട്ട് പറയുന്ന എന്താ കാര്യം? പോകുന്നതിന് കുറച്ച് മുമ്പ് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അതായത് ഇറങ്ങുമെന്ന് ഉറപ്പായി. മാത്രമല്ല അദ്ദേഹത്തിന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും തിരിച്ച് അധികാരത്തിലേക്ക് വരികയില്ല എന്ന്. അപ്പോൾ തലങ്ങും വിലങ്ങും കുറേ പ്രഖ്യാപിച്ചു. ക്ഷേമ പെൻഷനുകൾ വളരെ കൂട്ടി. ഇത്രയും കൊല്ലത്തെ പഴയത് കിടക്കുന്നതൊക്കെ ചേർത്ത് ഒന്നോ രണ്ടോ തവണ കൊടുത്തു. PSCയുടെ ധാരാളം പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെടുന്ന ആളുകളുടെയും സഹപ്രവർത്തകരുടെ ഭാര്യമാർക്കൊക്കെ ഒരു PhD ഉണ്ടെങ്കിൽ എല്ലാവരും തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി. ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ നമ്മുടെ കാലടി സർവകലാശാലയുടെ മുമ്പിൽ പോയി സമരം ചെയ്തതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഇതായിട്ട് ഭാര്യമാരെ കൊണ്ടുവന്ന് അനധികൃതമായിട്ട്, അതായത് നല്ല മെറിറ്റുള്ള ആൾക്കാരെ പുറന്തള്ളിയിട്ട് മെറിറ്റില്ലാത്ത ഭാര്യമാരെ വച്ചതിനെതിരെ സമരം ചെയ്ത് പോലീസ് കേസിലൊക്കെ കുടുങ്ങിയ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് PSC ടെസ്റ്റിൽ SI ഒക്കെ ആയിട്ട് ദൈവമേ നമ്മളോടൊപ്പമുള്ള പ്രിയൻ്റെ കൂടെയുള്ള പയ്യന്മാരൊക്കെ കൂളായി കയറിപ്പോയി ടെസ്റ്റ് പോലും എഴുതിയിട്ടില്ല. അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ആ സമയത്ത് നടന്നിട്ടുണ്ട്. എന്താണ് PSC ടെസ്റ്റിൽ ഇപ്പോഴാണ് ആദ്യമായിട്ട് എന്തോ പ്രശ്നം വരുന്നത് പോലെയാണ് ഇവരിപ്പോൾ സംസാരിക്കുന്നത്. കാരണം ഇവർ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തേക്ക് എടുത്തിട്ട് ആൾക്കാർ ചാമ്പിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഒന്നും കിട്ടില്ല. ആശാ വർക്കർമാർ എത്ര കൊല്ലം, എന്നിട്ട് ദേ ഹാഡ് ദ ഒഡാസിറ്റി ടു സേ ദാറ്റ് അവർ ആശാ വർക്കർമാരല്ല, ഉം. ASHA എന്നുള്ളതിൽ ഓണററി വർക്കാണ് ചെയ്യുന്നതാണ്, ഓണററി വർക്ക് ചെയ്യുന്ന ആക്ടിവിസ്റ്റ് എന്നുള്ള ഇതിലാണ് പറയുന്നത്. പക്ഷേ അവർ ഓണററി വർക്കാണോ ചെയ്യുന്നത്? എല്ലാവരും ഒരു ജോലിയായിട്ടാണ് അതിനെ കാണുന്നത്. അവർ ചെയ്യുന്ന ജോലി ശരിക്കും പറയുകയാണെങ്കിൽ നഴ്സുമാരെക്കാളും ദൈവതുല്യമായ ജോലി. വീടുകളിൽ പോയി പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നത്, അവരെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. മക്കൾക്കൊക്കെ ഭയങ്കര ബിസി ആയിരിക്കും. അവരുടെ നേരെ അവർ മുഖം തിരിഞ്ഞ് നിന്നില്ലേ ആതിര? അവർ തലമുടി വെട്ടി കരഞ്ഞുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് അല്ലേ? തലമുടി ഷേവ് ചെയ്തിട്ട് കണ്ണിൽ നിന്ന് ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ ആ വീഡിയോ ഉം. ഒക്കെ പോകുന്നുണ്ടല്ലേ? അവിടെ അതിൻ്റെ മുമ്പിൽ കൂടെ കാർ ഓടിച്ച് പോകുന്ന പിണറായിക്ക് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരിക്കുന്ന ആശമാരുടെ നേരെ കാണാനായിട്ട് പറ്റിയില്ലേ? ഒരു തരം ധാർഷ്ട്യമായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങളൊന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് വേണ്ട പോലെ അവിടെ ഉം. കിടക്ക്. മഴയത്തും വെയിലത്തും ഒക്കെ അവരവിടെ കിടന്നില്ലേ? പിന്നെ PSC ഇപ്പൊ നിലനിൽക്കുന്ന പ്രധാന വിഷയങ്ങളിലൊന്നാണല്ലോ PSC. ഉം. അതന്നും ഉണ്ടായിരുന്നു. അതെ. PSC പ്രശ്നം ഉണ്ടായിരുന്നു. ആ. പിന്നീട് ഒരു സമയം കേരളത്തിനെ സംബന്ധിച്ച് ഒരു സമയത്ത് മാത്രം കറുപ്പനോട് ഇത്ര ചതുർത്ഥി ഉണ്ടായിരുന്നതും അത് ജനങ്ങൾ അനുഭവിച്ചതും പിണറായി സർക്കാർ ഉണ്ടായിരുന്ന അല്ല, സമയത്ത് അതിനെ തന്നെയാണ്. നമുക്കൊന്ന് വേണമെങ്കിൽ മാറ്റി പറയാം. അദ്ദേഹത്തിന് ശനിദശയായിരുന്നു. ആ ശനിദശയുടെ സമയത്ത് അദ്ദേഹം മാത്രമേ കറുപ്പിടാൻ പറ്റില്ല. എല്ലാവരും കറുപ്പിട്ട് എല്ലാവരും ശനിദശ മാറുമല്ലോ. കുറേ പേരൊക്കെ ശനിയിൽ നിന്നാലേ അദ്ദേഹത്തിന് സുഖമായിട്ട് ഭരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കലും ഒരു CM പോകില്ലാത്തതാണ് ഒരു കർത്ത. നമ്മൾ വി ആർ യൂസ് ടു സീയിങ് വൈറ്റ് കാർസ് ഫോർ ദ മിനിസ്റ്റേഴ്സ്. CMനും മിനിസ്റ്റർമാർക്കും വെള്ള കാറുകൾ കണ്ടാണ് നമുക്കൊരു പരിചയം. പക്ഷെ ഇദ്ദേഹം മാത്രം കറുത്ത കാറിൽ കയറിയത് പറയുന്നു ശനിദശ. അപ്പോൾ ഭഗവാൻ അയ്യപ്പസ്വാമിക്കെതിരെ ആണെങ്കിലും അയ്യപ്പൻ്റെ വേഷം എന്താ കറുത്ത മുണ്ടല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ആ കറുത്ത കാറിൽ പോയിരുന്നത്. ആഗോള അയ്യപ്പ സംഗമം വരെ നടത്തിയ എന്തിനാ? ഉം. ഇദ്ദേഹത്തിൻ്റെ ശനിദശ മാറ്റാൻ വേണ്ടിയിട്ടാണ്. എത്ര കോടി രൂപ ചിലവാക്കി, ആര് വന്നു എന്നിട്ട്? ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ നമ്മൾ കണ്ടതല്ലേ? ഇദ്ദേഹത്തിന് പരസ്യമായി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അയ്യപ്പൻ്റെ പടവും അദ്ദേഹത്തിൻ്റെ പ്രതിമയൊക്കെ, അയ്യപ്പൻ്റെ പ്രതിമയൊക്കെ വെച്ച് ആഗോള അയ്യപ്പ സംഗമം വരെ നടത്തി. ഭഗവാനെ എന്നോട് ക്ഷമിക്കൂ, സമസ്താപരാധം പൊറുക്കൂ, എത്രയോ പേരെ ഞാൻ ലാത്തിക്കടിച്ചു, എത്രയോ പേരുടെ പേർക്ക്, ഈ ഇരിക്കുന്ന പത്മ ചേച്ചിയുടെ പേർക്കുൾപ്പെടെ കള്ളക്കേസുകൾ ഉണ്ടാക്കി, അതിനെന്നോട് സംസ്ഥാപരാധം ക്ഷമിക്കണേന്നും പറഞ്ഞ് അദ്ദേഹം നടത്തിയതാണ് ഈ അയ്യപ്പൻ്റെ ആഗോള അയ്യപ്പ സംഗമം. ഏ ഉം. ഞാൻ സംസാരിക്കുന്നത് നമ്മളുടെ ഇവിടെ തന്നെ പാനലിസ്റ്റായിട്ട് വരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണനോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം PSC ചെയർമാനായിരുന്നു, സർവകലാശാല വൈസ് ചാൻസലറായിരുന്നു. അദ്ദേഹത്തിന് നേരെ ആദ്യമായിട്ടൊരു കേസ് ഉണ്ടാകുന്നത്
അയ്യപ്പൻ്റെ വിഷയത്തിന് അദ്ദേഹം സംസാരിച്ചതാണ്. അതിനുശേഷം 100 കണക്കിന് കേസുകൾ വന്നു. അപ്പം അങ്ങനെയുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായ വ്യക്തികൾക്കെതിരെ വരെ കേസുകൾ എടുത്ത ഒരു മഹത് വ്യക്തിയാണ് ഈ പിണറായി എന്ന് പറയുന്നത്. പിന്നെ അതവിടെ ഒരു കാര്യം നിൽക്കട്ടെ. ജനങ്ങൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഹിന്ദു മതവിശ്വാസികളായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പേരിലാണ് അദ്ദേഹം കേസെടുത്തിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് തോന്നുമോ ഇയാൾ തന്നെ തിരിച്ചു വന്നാൽ മതി എന്ന്? ഒരിക്കൽ പറയുകയുണ്ടായി ആ കേസുകളൊക്കെ ഒഴിവാക്കുന്നു. ഞങ്ങളതിൻ്റെ പുറകെ പാഞ്ഞു നടന്നു. ഇഷ്ടംപോലെ കേസുകളുണ്ടായിരുന്നു. അതൊന്നും നാക്കിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, മാറ്റിയിട്ടില്ല. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇങ്ങേര് മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്പർ 1. നമ്പർ 2, കോവിഡിൻ്റെ കാലത്ത് എന്താ നടന്നത്? അന്ന് ശൈലജ ടീച്ചറായിരുന്നു. അവർ PPE കിറ്റ് എന്നൊക്കെ പറഞ്ഞ് 100 രൂപ, ഉദാഹരണമായിട്ട് പറയാം, 100 രൂപയുള്ള സാധനം 500 രൂപയ്ക്കാണ് വാങ്ങിച്ചിരുന്നത്. പിന്നെ PR വർക്കിൻ്റെ ഒരു ബലത്തിൽ അവരത് നമ്പർ 1 കേരള എന്ന് പറഞ്ഞു. പിന്നെ ഓപ്പൺ ചെയ്തു. സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞു മരിച്ച അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ഇന്നിന്ന കാര്യങ്ങൾ കിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് പറഞ്ഞപ്പോൾ കേരളത്തിനും ഓപ്പൺ ചെയ്യേണ്ടി വന്നു. അപ്പോൾ കേരളം നമ്പർ 1 ആയി മരണത്തിൽ. നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ നമ്പർ 1 ആയി കേരളത്തിൽ. അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ഇത്രയും മരിച്ച ഒരു സംസ്ഥാനം പിണറായി ആയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. ശൈലജ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തായിരുന്നു പത്രസമ്മേളനം. അപ്പോൾ പിണറായിക്ക് തോന്നി ഇവർക്ക് കിട്ടുന്നുണ്ടോ പബ്ലിസിറ്റി, ഞാൻ വന്നിരിക്കാം. ആരോഗ്യമന്ത്രിയെ സൈഡിലെത്തിക്കൊണ്ട് വായ തുറക്കാൻ സമ്മതിക്കാണ്ട് എല്ലാ ദിവസവും ബുള്ളറ്റിൻ നിലയിൽ വന്ന് പറഞ്ഞത് പിണറായി ആയിരുന്നു. അപ്പോഴൊക്കെ ആൾക്കാർ ആക്കിയെങ്കിലും സത്യം വന്നപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇതല്ല ഇവിടെ നടക്കേണ്ടിയിരുന്ന കാര്യമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ജനങ്ങളിപ്പോൾ ആരും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ മാൻഡ്രേക്ക് തിരിച്ച് ഭരണത്തിൽ വരണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ വീണക്കുഞ്ഞിൻ്റെ കാര്യം അറിയാമല്ലോ. ഞാൻ പറയും നമ്മുടെ ഈ വീണയല്ല, അതായത് പുത്രി വീണയല്ല, സഹമന്ത്രി ആയിരുന്നു. അതായത് പിണറായി സഖാവിൻ്റെ മന്ത്രിസഭയിൽ ആരോഗ്യ വകുപ്പ് 2ാം ടേമിൽ കൈയാളിയിരുന്ന വീണ ജോർജിൻ്റെ സമയത്ത് എന്തൊക്കെയായിരുന്നു ആരോഗ്യ മേഖലയിൽ ഒരു മിനിസ്റ്റർ, ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ തന്നെ വന്നിരുന്നു പറഞ്ഞു ഇവിടെ ഒന്നും കിട്ടാനില്ല, ഇവിടെ രോഗികൾക്ക് ആവശ്യമായ വസ്തുതകളൊന്നുമില്ല, എഴുതാനുള്ള കടലാസ് പോലുമില്ല, എഴുതി കൊടുത്തിട്ട് മറുപടിയില്ല എന്ന് അദ്ദേഹം വന്ന് പറഞ്ഞു. CPM അനുഭാവിയായ ഒരു വ്യക്തി. പിന്നെ നമ്മൾ എന്തൊക്കെ ചികിത്സാ പിഴവുകളാണ് കണ്ടേ. കത്തിര ഉള്ളിൽ വെച്ച് കെട്ടുന്നു, പല പല കാര്യങ്ങളും നമ്മൾ കൈമുറിച്ച് മാറ്റുന്നു, കണ്ണിൻ്റെ ഇത് കണ്ടു, കെട്ടിടം ഇടിഞ്ഞ് വീഴുന്നു, അങ്ങനെ എന്തൊക്കെ ചികിത്സാ പിഴവുകൾ നമ്മൾ കണ്ടു. അവസാനം നമ്മളൊരു നാടകവും കണ്ടു. പിണറായി സഖാവ് വിളിച്ച് വീണയോട് അഭിനയിക്കാൻ പറഞ്ഞത്. എവിടെ കൂടിയോ പോയ പിള്ളേരെ നോക്കി നിന്ന് കഴുത്തുളുങ്ങിയ ലോകത്തിലെ ആദ്യ വ്യക്തിയായി ശ്രീമതി വീണ ജോർജ്. നോക്കി കഴുത്തുളുങ്ങി, അവരെവിടെ കൂടിയോ പോയി അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നടന്ന് ജനങ്ങൾക്ക് ചിരിക്കാനുള്ള കുറേ വകുപ്പുണ്ടായി. പോകെ അവസാനമാകുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കാരണം പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം ഇരുന്നിട്ട് അത്രയധികം ശക്തമാണെന്നൊന്നും തോന്നുന്നില്ല. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയായിരുന്നു ബെറ്റർ. അതാവുമ്പോൾ എഴുതി കൊടുക്കുന്നതാണെങ്കിൽ കൃത്യമായിട്ട് വായിക്കുന്നുണ്ടായിരുന്നു, കൃത്യസമയത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ സഭയിലിരുന്ന് അതുപോലും മറന്നു പോന്നു അദ്ദേഹം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാനായിരുന്നില്ലേ ഭേദം, ഞാൻ അവിടെ ഇരിക്കുന്നതായിരുന്നില്ലേ ഭേദം. അദ്ദേഹത്തിന് ഭേദം, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അത് തന്നെ ഭേദം. അല്ല, ഒരുപാട് ചിലത് മറക്കാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പെൻഷന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? നിയമസഭാ അംഗമല്ലാത്തവർക്കൊക്കെ പെൻഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ശ്രീമതി ടീച്ചറിന് മരിച്ചുപോയ ഗൗരിയമ്മയ്ക്ക് വരെ പെൻഷൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീമതി ടീച്ചറിന്റെ കാര്യം അതിൽ എടുത്ത് പറയുന്നത് ട്രോളായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതൊക്കെ ഇവർ 10 കൊല്ലം ഇരുന്നപ്പോഴും ഇതൊക്കെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ പൈസ അല്ലേ അതിനാ പോകുന്നത്. അപ്പൊ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാകും മരിച്ചു പോയാലും ഇപ്പോൾ ഗവൺമെന്റ് സർവീസിലുള്ള ആൾക്കാർ മരിച്ചു പോവുകയാണെങ്കിൽ അവരുടെ സ്പൗസിന്, ഇപ്പോൾ ഭാര്യ മരിച്ചു പോവുകയാണെങ്കിൽ ഭർത്താവിന് കിട്ടും, ഭർത്താവ് ഗവൺമെൻറ് സർവീസിൽ നിന്ന് മരിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് ആജീവനാന്തരം ആ പെൻഷൻ കിട്ടും. അതുപോലെ കിട്ടിപ്പൊക്കോട്ടെ, എൻ്റെ കമലയിടത്തേക്കും അത് കിട്ടിപ്പൊക്കോട്ടെ, കമലയിടത്തിയുടെ കാലശേഷം എൻ്റെ വീണക്കുട്ടിക്കും കിട്ടിപ്പോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അതിനൊന്നും ഒരു തടസ്സം വയ്ക്കാത്തത്. ഇതൊക്കെ ഒന്ന് നോക്കണ്ടേ. ഇദ്ദേഹം തന്നെയല്ലേ ഇരിക്കുന്നത്, മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണ്ടേ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ജനങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കില്ല നമ്മളുടെ പ്രളയം, മണിയാശാൻ തുറന്നുവിട്ട പ്രളയം.
അതുപോലെ വിദ്യുച്ഛക്തി കറണ്ട് കട്ടില്ല എന്ന് പറഞ്ഞൊരു വലിയൊരു ഇത് ഇറങ്ങിയിരുന്നല്ലോ ഉം. ഇലക്ഷന് മുമ്പ് 2 പേജ്. CPM ഭരിച്ചപ്പോൾ LDF ഭരിച്ചപ്പോൾ ഇങ്ങനെ, അതിന് മുമ്പ് UDF ഭരിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു എന്നും പറഞ്ഞു. കുട്ടികൾക്ക് അറിയില്ലാത്ത പവർ കട്ട് എന്താണെന്ന്. ആ പരസ്യം വന്നു, അതോടുകൂടെ കറണ്ട് കട്ടും തുടങ്ങി കൃഷ്ണൻകുട്ടിയുടെ സമയത്ത്. പിന്നെ വന്യജീവി ആക്രമണങ്ങളെക്കുറിച്ച് പറയണോ? എത്ര പേര് മരിച്ചു, എത്രയ്ക്ക് അവരുടെയൊക്കെ സ്വത്തും അതുപോലെ പാടങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു, അല്ല, അന്ന് കൃഷിയിടങ്ങളൊക്കെ ഒരു നഷ്ടപ്പെട്ടു. മന്ത്രി ഉണ്ടായിരുന്നു, AK ശശീന്ദ്രന് ചെയ്യാൻ പറ്റാതിരുന്ന സാധനത്തെ പറ്റിയിട്ടാണ്, ആ. കാര്യങ്ങളെ അപ്പോൾ പറ്റിയിട്ടാണ് അപ്പോൾ ആതിര ഇപ്പോൾ. ആഗ്രഹിക്കുന്നു. ഇന്നും കൂടെ ഞാൻ കണ്ട ഒരു ആദിവാസി കുടുംബത്തിലെ അച്ഛൻ മരണപ്പെട്ടു, ആക്രമണത്തിൽ, വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടു. അതിനുശേഷം അവരുടെ സ്വത്ത് വേറെ ആരോ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി അല്ലെങ്കിൽ തിരിച്ചു വേണമെന്നും പറഞ്ഞ് അവർ സമരം ചെയ്യുന്നു. അപ്പോൾ അവരാഗ്രഹിക്കുന്നുണ്ടോ പിണറായി സഖാവ് തിരിച്ചു വരാനായിട്ട്? അവരാഗ്രഹിക്കുന്നുണ്ടോ? എത്ര പേര് പുറത്തിറങ്ങാൻ പറ്റാണ്ട്, എന്തോ ചക്കക്കൊമ്പൻ, ആ കൊമ്പൻ ഈ കൊമ്പൻ, ആനകൾക്കൊക്കെ നല്ല ഫാൻസി നെയിംസ് ഒക്കെ ഇട്ട് എന്തുമാത്രം ജനങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നു അല്ലേ? അപ്പോൾ അതും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇങ്ങനെ അക്കമിട്ട് നോക്കുകയാണെങ്കിൽ പവർ കട്ട് ഉണ്ടായിട്ടില്ലേ ആ സമയത്ത്? മണിയാശാൻ തുറന്നു വിട്ടതിൻ്റെ ദുരിതം ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടോ? പ്രളയത്തിൻ്റെ ദുരിതം ഇപ്പോഴും അനുഭവിക്കുന്നില്ല. ആർക്കെങ്കിലും കാശ് കൊടുത്തോ? അതും കിട്ടിയ കാശ് കീശ വീർപ്പിച്ചതല്ലേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന്. ചൂരൽമല ദുരന്തം ഇപ്പോഴും വച്ചു കൊടുത്ത വീടുകളിലേക്ക് ഈ ഇലക്ഷന് മുമ്പ് വന്ന് തുറന്നല്ലോ, വീടുകളൊക്കെ കീയൊക്കെ കൊടുത്തല്ലോ. അവിടെ ആർക്കെങ്കിലും താമസിക്കാൻ പറ്റിയിട്ടുണ്ടോ? ചൂരൽമല ദുരന്തത്തിൽ പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾ ആരെങ്കിലും വിചാരിക്കുമോ പിണറായി തിരിച്ചു വരണമെന്ന്? ഇങ്ങനെ അതുപോലെ ഇപ്പോൾ തന്നെ വെടിപൊട്ടിച്ച് ഒരു ടണൽ തുറന്നല്ലോ, ഇതിന് വയനാട്ടിൽ തന്നെ വെടിപൊട്ടിച്ച മുഖ്യമന്ത്രി ആദ്യമായിട്ട്. അതിനൊരു അർത്ഥം കൊണ്ട് വെടിപൊട്ടിക്കുന്ന വെടി പറയാന്ന് പറയും, സൊറ പറയാ, കള്ളം പറയാന്നൊരു അർത്ഥത്തിൽ കൂടെ വെടിപൊട്ടിക്കാന്ന് പറയും. അങ്ങനെ അർത്ഥത്തിൽ എടുത്താൽ മതി. അദ്ദേഹം പറഞ്ഞൊരു വെടി, ഠോ, മോളിൽ പോയി ഠോന്ന് താഴെ വന്ന് ചീറ്റിപ്പോയി, അത്ര തന്നെയുള്ളൂ. നമ്പർ 1 ഒന്നുമില്ല. ആർക്കും താങ്കൾ വരണ്ട, താങ്കൾ കമലയെടുത്തിടും വീണക്കുഞ്ഞിനോടും അവരുടെ മകൻ കുഞ്ഞിനോടൊപ്പം സുഖകരമായിട്ട് മരുമോനിക്കയായിട്ട് നന്നായിട്ട് ജീവിക്കൂ. ഇനി ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവായിട്ടും വേണ്ട, മുഖ്യമന്ത്രിയായിട്ട് ഒട്ടും വേണ്ട.